ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് അരി കൊണ്ടുള്ളൊരു പായസമാണ്. നമ്മുടെ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടാണ് പായസം തയ്യാർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നമ്മൾ 250 ഗ്രാം പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ 4 ഏലക്കായ, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, ഒരു 30ഓളം ബദാമാണ് എടുത്തിരിക്കുന്നത്. ബദാം നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തതാണ്. നമ്മൾ ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത് ഏകദേശം 100 ഗ്രാമാണ്. ആ അരി നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 750 പാലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് തയ്യാർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരുന്നു. അണ്ടിപ്പരിപ്പ് നമ്മൾ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറഞ്ഞ തീയിൽ മാത്രം നമുക്ക് വറുത്തെടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. വളരെ ചെറുതായിട്ട് തീയിൽ നമ്മളിത് വറുത്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബസ്മതി റൈസ് ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് വറക്കുന്നു. നമ്മൾ ഈ റൈസ് മുൻപ് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ട് അടിച്ചെടുത്തത്. കുറച്ചുകൂടി നമ്മൾ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ നല്ല പോലെ വറക്കുക. ഇതിൽ റൈസ് നമുക്ക് ഏകദേശം വറുത്ത് ചൂടായി വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മളിതിലേക്ക് പാല് ആഡ് ചെയ്യാണ്. നമ്മൾ 750 ml പാലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം അതിലൊരു 600 ml പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് വേവിക്കുന്നു. അത് 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ബാക്കി വെച്ചിരുന്ന കുറച്ച് പാലുണ്ട്, ഒരു 100-150 ml പാലുണ്ട്. അത് അതുകൂടി ഇതിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതൊരു ലിറ്ററിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി ഏലക്കായ ഇടുന്നു. അതുപോലെ നമ്മുടെ ബദാം നമ്മൾ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത ബദാം ഇതിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് ഇത് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര നമ്മുടെ ഏകദേശം 250 ഗ്രാമാണ് നമ്മൾ പഞ്ചസാര എടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആവശ്യപ്രകാരം നിങ്ങൾക്കിത് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ പഞ്ചസാരയും പാലും അരിയും എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ഈ കാണുന്ന പോലെ പാകമായി കഴിഞ്ഞാൽ ബദാമും അതുപോലെ ഏലക്കയെല്ലാം മുകളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് ചേർക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫാക്കി നമുക്ക് പായസം ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാർ ചെയ്യാൻ പറ്റിയ രുചികരമായ ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.